ഇപ്പൊ ഈ വെബ്സൈറ്റ് കണ്ട സമയത്ത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഞങ്ങട്ടാ നമ്മുടെ കൈലാസാണല്ലോ എന്നാണ് ഞാൻ നാരായണനോട് പറഞ്ഞത്. കാരണം ഒരു ദിവസം രാവിലെ ഗുരു വിളിക്കുകയാണ്, ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരിടം വരെ പോകണം, താനും കൂടി വരുമോ എനിക്ക് കൂട്ടായിട്ട്, എനിക്കൊരു സ്ഥലം വരെ പോകണം, താനും വരണം എന്റെ കൂടെ. എന്തിനാ? ഗുരുവിന്റെ കൂടെ പോകുന്ന എന്തിനാ വെച്ചാൽ അദ്ദേഹത്തെ സഹായിക്കാൻ. അപ്പൊ ഞാൻ ഹൈദരാബാദിലാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. വരാനോ എവിടെയാ വേണ്ട വെച്ചാൽ ഗുരു പറഞ്ഞെടുത്ത് ഞാനും വരാം, അങ്ങനെ പറയാൻ പറ്റൂ. എന്നാ ശരി, ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ കൈലാസത്തിൽ പോവാണ്. അങ്ങനെയാണ് എന്നെ ഗുരു കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുറെ കൊല്ലങ്ങൾ പോകുന്നു, 2002, 2003 കൊല്ലം. അപ്പൊ കൈലാസത്തില് പ്രദക്ഷിണം വെച്ച് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു സങ്കല്പമുണ്ട് മനസ്സിലെ. ആ സങ്കല്പം എല്ലാവർക്കും നമുക്കുള്ള സങ്കല്പം എന്ത് സങ്കല്പം? കുറെ കാശ് ഉണ്ടാക്കണം അല്ലെ, നല്ല ജോലി കിട്ടണം, നല്ല പ്രൊമോഷൻ കിട്ടണം. പക്ഷെ കൈലാസത്തിൽ പോകുന്നവർക്കൊക്കെ ഒറ്റ സങ്കല്പം ഉണ്ടാവും. എന്താണത്? തിരിച്ചു വരാതെ എന്നെ അവിടത്തേക്ക് ലയിപ്പിക്കണേ ഭഗവാനെ, തിരിച്ചു വരാതിരിക്കണേ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അതിനാണ് യമദ്വാർ എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്തിട്ടാ പോവുക. യമന്റെ ദ്വാരം കടന്നിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലമാണ് ശിവന്റെ സ്ഥലം. ജീവിച്ചിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള സാത്വിക ചിന്തകളും രാജസിക ചിന്തകൾക്കും ഒക്കെ, അല്ലെങ്കിൽ ഏത് ചിന്തകൾക്കായാലും ഒരു സമയമുള്ളൂ. ആ ചിന്തകളൊന്നും ഇല്ലാത്തൊരവസ്ഥ മെഡിറ്റേഷനാണ്. ഒരു ചിന്തകളും ഇല്ലാത്തൊരവസ്ഥ. കാരണം ഈ കൈലാസ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് യമദ്വാർ കടന്നു പോയി കഴിഞ്ഞാൽ അച്ഛനും മക്കളും കൂടെ പോകുന്നെങ്കിലും അവര് കൂടെ ഉണ്ടാകും. അവരെന്നെ വിട്ടുവിട്ടിട്ടേ പോകുള്ളൂ. കുറച്ചുപേരെ കാണുള്ളൂ അതിനകത്ത്. പിന്നെ പലപ്പോഴും നമ്മൾ കാണും, മരണത്തെ തൊട്ട് മുമ്പിൽ കാണും, 100 ഫീറ്റ് താഴെയൊക്കെ വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ കാണും. അപ്പൊ അതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് കാല് തെറ്റിയാൽ താഴെ പോയി. അപ്പൊ ചിലപ്പോഴൊക്കെ ഇട്ട ബാഗ് ഒന്ന് ലൂസാക്കിയിട്ട് പിടിക്കും. കാരണം ഞാൻ പോയാലും ബാഗ് കണ്ടിട്ട് ആരെങ്കിലും ഞാൻ പോയി എന്ന് വീട്ടിൽ അറിയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ പോയി. ഇന്നിപ്പോ കുറച്ചും കൂടി ഭേദമാണ്. ഞങ്ങൾ പോണ കാലത്തൊക്കെ അതിനേക്കാളും കഷ്ടപ്പെടായിരുന്നു. ഇന്ന് ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് അറ്റ്ലീസ്റ്റ് മാനസ സരോവരത്തിലെങ്കിലും ഇറങ്ങണം. അപ്പൊ ഇത് പോകുന്ന സമയത്തൊക്കെ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ശിഷ്യനും മകനും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ചെറിയ പുസ്തകം, മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുള്ള പുസ്തകം. അതിൽ പരശുരാമൻ ശിവനെ കാണാൻ പോകുന്ന ഒരു രംഗം. പരശുരാമൻ കേരളത്തിലാണ്. പരശുരാമൻ ശിവനെ കാണാൻ കൈലാസത്തിലേക്ക് പോവാണ്. അപ്പൊ ആ പോകുന്ന രംഗങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, വരജട വിവിധക്ഷമാലമാന്തോൽ വരപുരി സർവശരീര ഭസ്മലേപം. പരശുരാമനും ഏകദേശം അതേ രൂപമാണ്. ശിവന്റെ ശിഷ്യന്റെ സെയിം, ശിവന്റെ ശിഷ്യനാവാൻ പറ്റിയിട്ടുള്ള രൂപം പരശുരാമന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് വരജടയാണ്, നല്ല ഗർവും. താമസിയാണ്, സ്വാമിയാണ്, പക്ഷെ ആളെ കണ്ടാ സ്വാമിയാണെന്നൊന്നും തോന്നില്ല. കാരണം നല്ല ഗർവും അഹന്തയൊക്കെ മുഖത്ത് നല്ല പോലെ ഉള്ളതാണ്. ദർപ്പം നല്ല പോലെ ഉണ്ടെന്നാ പറയാം, അഹങ്കാരം നല്ല പോലെ ഉള്ളതാണ്. അദ്ദേഹം നടന്നു പോകുമ്പോ കൈലാസത്തിലേക്ക് പോകുന്ന വഴി അങ്ങോട്ട് പോകുന്നത് ടിബറ്റിലൂടെയാണ്. ടിബറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും